അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് കേക്കിന് ഉപയോഗിക്കുന്ന സോസും പ്രലയനുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കട്ട പോലെയൊക്കെ ആവും. അത് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതേപോലെ ഒരു പരുവത്തിലാവും കേട്ടോ. മെൽറ്റായി വന്നോളും. ഇനി നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിടുന്ന വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രലയനം ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 1/2 കപ്പ് ബദാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തതിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനൊരു മുനയുള്ള കത്തി വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലൊരു ഇടികല്ലിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ പൊടിക്കാതിരിക്കുമായിരിക്കും നല്ലത്. കാരണം മിക്സിയിൽ പൊടിച്ചാൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. ഇത് നമുക്ക് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണം. അതുകൊണ്ട് ഇങ്ങനെയൊരു കല്ലിൽ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ പ്രലയനും സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ.